ഹലോ ഗൈസ്, ഇതുണ്ടോ നമ്മുടെ ഈ ആമ്പൽ പൂത്ത് നിൽക്കണ കാണാനായിട്ട് എന്ത് ഭംഗിയല്ലേ. ചുമപ്പും വെള്ളയും നിറത്തിലിങ്ങനെ പൂത്ത് നിൽക്കണ കാണാനായിട്ട്. ഇതേ നമ്മുടെ തൃശ്ശൂർക്ക് പോണ വഴിക്ക് ഞാൻ അവിചാരിതമായിട്ട് കണ്ടുപിട്ടിയൊരു കാഴ്ചയാണ്. കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് നമ്മുടെ ഈ റീൽസിലുമൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ നമ്മുടെ കോട്ടയത്തെ മലരിക്കൽ ആമ്പൽ വസന്തം കാണാൻ പോകണം എന്നുള്ളത്. അങ്ങനെ എന്താ പറയുക, തൃശ്ശൂർക്ക് പോയിട്ട് ഇങ്ങനൊരു ആമ്പൽ വസന്തം കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. പക്ഷേ ഇവിടെ ചെന്നപ്പോഴല്ലേ ഈ ചക്കക്കൂട്ടാൻ ഈച്ച പൊതിയണ പോലെ ഇരുന്ന എൻ്റെ അവസ്ഥ. എന്തൊക്കെ പറിക്കണം, ഏതൊക്കെ ചെളി ചാടണം, എന്താ പറയുക, ഇത്രയും ഭംഗിയുള്ളൊരു കാഴ്ച. അതായത് നമ്മളെ മലരിക്കലൊക്കെ പോകണമെങ്കിൽ 200 രൂപയ്ക്ക് വല്ല വള്ളത്തിലൊക്കെ കയറി അല്ലെങ്കിൽ ബോട്ടിലൊക്കെ കയറിയല്ലേ. ഇതാണെങ്കിലോ 10 പൈസ ചിലവില്ലാണ്ട് ഈ ഇരിഞ്ഞാലക്കുടയിൽ ഈ ആമ്പൽ വസന്തം കാണാൻ പറ്റി. അതും രാവിലെ ഈ ചെളിക്കുണ്ടി കൂടെയൊക്കെ എന്ത് ഭംഗിയുള്ള കാഴ്ചയാണെന്നറിയാമോ ഇത് കാണാനായിട്ട്. ഈ ഇത് എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ തോന്നണില്ല. അതാണെങ്കിലോ ഞങ്ങൾ ചെന്ന ദിവസം ഈ പാടം കൃഷിപ്പണിക്ക് വേണ്ടിയിട്ട് ഉഴുത് മറിച്ച് കൃഷിപ്പണിക്ക് വേണ്ടി ആക്കാൻ പോകുന്നു. ഭയങ്കര സങ്കടം തോന്നും. ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിത് ശരിക്കും പ്രതീക്ഷിക്കാതെ പോയതൊരു സ്ഥലമാണ്. പക്ഷെ അടിപൊളി